സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുകയാണ്. നാളെ സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ നടത്തും. അനുകൂല തീരുമാനമുണ്ടായില്ല എങ്കിൽ ഫെബ്രുവരി മാസം മുതൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, ഈ ഡോക്ടർമാർ സമരത്തിലേക്ക് കടക്കുകയാണ്, മാത്രമല്ല അവർ കൂടുതൽ കടുപ്പിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ആവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് സർക്കാരിന് മുൻപിൽ? ലിജിനെയും സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ അധ്യാപകർ അവർ ഈ സമരം ആരംഭിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചിട്ട് ഏകദേശം 6 മാസത്തോളമായി സൂചനാ പണിമുടക്കുകളും അതുപോലെ തന്നെ ബഹിഷ്കരണവും ഒക്കെ തന്നെ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴൊന്നും തന്നെ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഒരു പരിഹാരമായില്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ഈ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, അതുപോലെ തന്നെ താൽക്കാലിക കൂട്ട സ്ഥലമാറ്റങ്ങൾ ഒഴിവാക്കുക, കൂടുതൽ തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നിലവിൽ ഈ പ്രതിഷേധങ്ങളും സമരങ്ങളും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അതാണ്. പക്ഷേ ആരോഗ്യമന്ത്രിയുമായി വിവിധ സമയങ്ങളിൽ ഇവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. എന്നിട്ടും ഈ ആവശ്യങ്ങൾക്കൊന്നും തന്നെ പരിഹാരമായിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടിച്ചാണ് ഇപ്പോൾ നിലവിൽ ഏതായാലും സമരം അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് മെഡിക്കൽ കോളേജിലെ അധ്യാപകർ അല്ലെങ്കിൽ ഡോക്ടർമാർ നിലവിൽ കടന്നിരിക്കുന്നത്. നാളെ ഒരു സൂചന പണിമുടക്ക് അല്ലെങ്കിൽ സൂചന OP ബഹിഷ്കരണം ഉൾപ്പെടെ നടത്താനാണ് തീരുമാനം. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് ധർണ നടത്താനുള്ള തീരുമാനവും മെഡിക്കൽ കോളേജ് അധ്യാപകർ എടുത്തിട്ടുണ്ട്. നിലവിൽ ഏതായാലും ഈ സൂചനാ പണിമുടക്ക് അല്ലെങ്കിൽ സൂചന OP ബഹിഷ്കരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെ നാളെ ഉണ്ടാകും. അതിനുശേഷവും യാതൊരു തരത്തിലുമുള്ള തീരുമാനമോ നടപടികളോ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരിക്കാനും അതുപോലെ തന്നെ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ബഹിഷ്കരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെയാണ് ഈ അധ്യാപകർ ഏതായാലും കടക്കുന്നത്. അതുപോലെ തന്നെ അധ്യാപനം നിർത്തിവെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും ഈ നിലവിൽ ഇവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. ഈ ഒരു നടപടികളിലേക്കൊക്കെ കടക്കുമ്പോൾ അത് തീർച്ചയായും രോഗികളെയും അതുപോലെ തന്നെ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളെയും വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിലവിൽ ഏതായാലും ഈ പറയുന്ന തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ വലിയ രീതിയിലുള്ള സമരം കടുപ്പിക്കും, സമരം ശക്തമാക്കും എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉള്ളത്. ഏതായാലും ഇതിനുള്ള കൃത്യമായ രീതിയിലുള്ള പരിഹാരം ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉൾപ്പെടെ നടപ്പാക്കണം എന്നുള്ള കൃത്യമായ ആവശ്യങ്ങൾ തന്നെയാണ് ഡോക്ടർമാർ ഏതായാലും ഉന്നയിക്കുന്നത്. എന്തായാലും കൂടുതൽ സമരം കടുപ്പിക്കാനാണ് ഡോക്ടർമാർ തയ്യാറെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സർവകലാശാല പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന മെഡിക്കൽ MBBS വിദ്യാർത്ഥികളെ ഇത് കാര്യമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളുടെ പിന്തുണയും ഈ ഡോക്ടർമാർക്കുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒപ്പം തന്നെ OP ഒക്കെ ബഹിഷ്കരിക്കുമ്പോൾ രോഗികളെ അത് ഏത് രീതിയിൽ ബാധിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്കറിയാം. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനം ഉണ്ടാകണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പൊതുസമൂഹം അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. എന്തായാലും ആതിരയാണ് വിവരങ്ങൾ നൽകിയത്.